നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആ ദേവേന്ദ്രൻ അങ്ങേരുടെ കയ്യിലെ കളിപ്പാട്ടായിരുന്നു എന്ന് വേണേ പറയാം. അങ്ങേര് എന്തു പറഞ്ഞാലും ചെയ്യുന്ന കൊരങ്ങ്, അതായിരുന്നു അവൻ. എന്നയാൾ ആ നിൽക്കുന്നവൾ അവനിൽ നിന്ന് ആദ്യമായിട്ട് അകറ്റിയോ അന്നു മുതൽ അവൻ മാറാൻ തുടങ്ങി. ഇപ്പൊ കുറച്ചൊക്കെ വെളി വന്നിട്ടുണ്ടെന്നാ എന്റെ ഒരു ഇത്. അവൻ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്ന ഇന്ദ്രനെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, പിന്നെ നീ ആദ്യം ചോദിച്ചതിനുള്ള ഉത്തരം. ഇന്നലെ ഒരു അട്ടപ്പാടിയിലായിരുന്നവൻ ഇന്നിവിടെ ഈ ക്ഷേത്രത്തിൽ എനിക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ ഞാനാ. അവൻ കണ്ണുകളടച്ച് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അത് പക്ഷേ അവനോടുള്ള സ്നേഹം മൂത്തിട്ടാണെന്നും കരുതിയാക്കല്ലേ നീ. ആ ഊന്നുവടിയുടെ നെറുകൻ തലക്കിട്ടൊരു കൊട്ട്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവൾ അവനെ കണ്ണുമിഴിച്ച് നോക്കി. അപ്പൊ ഇയാളാണോ ഈ വിവരം പുള്ളി അറിയിച്ച്? ഞാൻ ആരെയൊന്നും അറിയിച്ചില്ല എന്റെ ഭൂമി. പിന്നെ കളിച്ചു. ഇതിനിടയിൽ കടന്ന് നല്ല അസലായിട്ടൊരു കളിയങ്ങ് കളിച്ചു. അതിന്റെ പല പ്രഖ്യാപന നീ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ തന്നെ നുണക്കുഴി കാണിച്ച് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ അവനെ ആശ്ചര്യത്തോടെ നോക്കി. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ മേഘനാഥൻ. അവൾ അവനെ നോക്കി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒറ്റയടിക്ക് നീ മനസ്സിലാക്കണ്ട, പയ്യെ പയ്യെ മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ നിന്റെ കൺമുമ്പിൽ തന്നെ ഇല്ലേ, നീ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിച്ചോടി ബൊമ്മി. അവൻ അവളെ നോക്കി ഒറ്റ കണ്ണിറക്കി പറഞ്ഞു. ഓ വേണ്ട, താല്പര്യമില്ലായിട്ടാ. വേണ്ടേ വേണ്ട. അവൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞു. അവളുടെ നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ട് പൂജാരി കയ്യിലൊരു തട്ടുമായി പുറത്തേക്ക് ഇറങ്ങിയതും അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് തനിക്ക് മുന്നിലേക്ക് നിർത്തി. അവളുടെ രണ്ട് കൈയിലും പിടിച്ചുകൊണ്ട് നിന്നു. അവൾ അവനെ അങ്ങേയറ്റം ദയനീയം നിറഞ്ഞൊരു നോട്ടം നോക്കി. അവനത് കാണാൻ കഴിയാത്ത പോലെ അവളിൽ നിന്ന് മുഖം തിരിച്ചു. തിരുമേനി പറഞ്ഞ മന്ത്രങ്ങളെല്ലാം അവൻ അതുപോലെ ഏറ്റുപറയുമ്പോൾ ഇതിനു മുന്നേ ഈ നടയിൽ വെച്ച് എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ഒരുവളുടെ കഴുത്തിൽ താലി ചാർത്തിയ രംഗം അവനിലേക്ക് ഇരച്ചെത്തി. അന്ന് താൻ അനുഭവിച്ച വേദനയും മനോവിഷമവും അതോർക്കുമ്പോഴെല്ലാം അവന് നെഞ്ച് നീറിപ്പുകഞ്ഞു. അന്ന് തന്നെ ഏറ്റവും വേദനിപ്പിച്ച് ഇപ്പോൾ തനിക്കുമ്പിൽ കരഞ്ഞു നിൽക്കുന്നവളാണ്. അന്ന് ആ താലി ഗായത്രിയുടെ കഴുത്തിൽ കെട്ടുന്നതിന് തൊട്ടു മുന്നേ താൻ നീറിപ്പോയിന്ന നെഞ്ചോടെ ഇവളെ നോക്കിയിട്ടും തന്നെ നോക്കി നിറച്ചിരിയോടെ നിന്നവളാണ് തനിക്ക് മുന്നിൽ ഇപ്പോൾ കരഞ്ഞുകൂവി നിൽക്കുന്നത്. അന്ന് അവൾ ചിരിച്ച ചിരി ഇന്നും തന്റെ ഉള്ളു തീർക്കാൻ പോകുന്നതാണ്. തന്റെ സങ്കടങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് തന്നെ നോക്കി പുഞ്ചിരിച്ചവൾ. ആ നിമിഷം ഒരേ സമയം അവളോട് ദേഷ്യവും പരിഭവവുമാണ് തോന്നിയത്. താൻ ആഗ്രഹിച്ചവൾക്ക് മുമ്പിൽ വെച്ച് എല്ലാവരും തന്നിലേക്ക് അടിച്ചേൽപ്പിച്ചവളെ താലി ചാർത്തിയ നിമിഷം, ആ നിമിഷത്തെയാണ് താൻ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അന്ന് ആ താലി അവളുടെ കഴുത്തിൽ കെട്ടുമ്പോൾ മനസ്സുകൊണ്ടെടുത്ത തീരുമാനമാണ് ഇന്നത്തെ ഈ നിമിഷം. പക്ഷെ അതൊരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലെന്ന് മാത്രം അവൻ തന്റെ മുമ്പിൽ നിന്ന് കണ്ണീർ വാർക്കുന്നവളെ നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ വാക്കുകൾ കാതിലേക്ക് ഇരച്ചെത്തിയതും നീലിയുടെ നെഞ്ചൊന്ന് പിടച്ചു. അവൾ തന്നെ നോക്കി അവന് നിറകണ്ണുകളോടെ നോക്കിക്കൊണ്ട് വേണ്ട എന്ന പോലെ തലയാട്ടി. അവൻ തുടികൊട്ടുന്ന നെഞ്ചിനെ പാടുവിട്ട് അടക്കിക്കൊണ്ട് തിരുമേനിയുടെ കയ്യിലിരുന്ന തട്ടിലെ താലിമാലയിലേക്ക് നോക്കിയതും അവന്റെ ഉള്ളിൽ സമാധാനത്തിന്റെ പൊൻകിരണം വീശുന്നത് അവൻ അറിഞ്ഞു. അവൾ അവന്റെ കൈകളിൽ നിന്ന് തന്റെ കൈകളെ വേർപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് മൗനമായി കരഞ്ഞു. ഇന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് അവളുടെ രണ്ട് കൈയിലും പിടിമുറുക്കി അവളെ ആഴത്തിൽ തനിക്കരിയിലേക്ക് വലിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവളൊന്ന് കണ്ണുമിഴിച്ച് നിന്ന നിമിഷത്തിൽ തന്നെ അവന്റെ കൈ തട്ടിൽ വെച്ചിരുന്ന താലിയെടുത്ത് അവളുടെ കഴുത്തിൽ വെച്ചതും ബോധം വന്നവളെ പോലെ അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. വേണ്ട. അവൾ അവനെ നോക്കി വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും അവനത് കാര്യമാക്കിയില്ല. അവൻ ആ താലിമാലയുടെ കൊളുത്ത് പൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രേട്ടാ. അവൾ അവൻ അതിൽ നിന്ന് തടയാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചതും അവൻ ആ കൊളുത്ത് മുറുക്കിക്കൊണ്ട് ആ മാല വലിച്ച് നേരെ പിടിച്ചിട്ട് കൊടുത്തു. അവളുടെ ഒടുക്കത്ത് ഒരു ചിരി. ഇപ്പൊ ചിരിക്കടി കോപ്പേ നീ. അവൻ അവൾ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അതൊന്നും കേൾക്കാതെ തന്നെ മാറിലേക്ക് ചേർന്ന താലിൽ തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുകയാണ് ചെയ്ത്. ഒരു നുള്ളു കുങ്കുമം കയ്യിലേക്ക് എടുത്തും അവനന്ന് ചുറ്റിനുമുള്ളവർ എത്ര തന്നെ പറഞ്ഞിട്ടും ഗായത്രിയുടെ സീമന്തരേഖ ചുവപ്പിക്കാതിരുന്ന നിമിഷം മനസ്സിലേക്ക് ഇരച്ചെത്തി. തന്റെ കൈകൊണ്ട് ചാർത്തുന്ന സിന്ദൂരം അതീ നിൽക്കുന്നവരുടെ സിന്ദൂരരേഖ ചുവപ്പിക്കാൻ മാത്രമുള്ളതാവണമെന്ന വാശിയായിരുന്നു ആ നിമിഷം. അവൾക്ക് മാത്രം അവകാശപ്പെട്ടത് അവൾക്ക് തന്നെ സ്വന്തമാവണമെന്ന വാശി. അവൻ നിറഞ്ഞ ഹർഷത്തോടെ അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരം പടർത്തി. ആ നിമിഷം അവൾ കരഞ്ഞിറങ്ങി ഉണ്ടക്കണ്ണുകൊണ്ട് അവനെ നോക്കിയ നോട്ടം അതവന്റെ നെഞ്ചിൽ 1000 വർണ്ണങ്ങൾ ഒരുമിച്ച് വിതറി. അവളുടെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് വലം വയ്ക്കുമ്പോൾ അവന്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നെങ്കിൽ അവളുടെ മനസ്സിൽ ശൂന്യതയായിരുന്നു നിറഞ്ഞിരുന്നത്. നെഞ്ചിൽ കിടക്കുന്ന താലിമാലയിൽ തന്നെ അവളുടെ കണ്ണുകൾ തങ്ങി നിന്നു. മനസ്സിൽ എന്ത് വികാരമാണ് അതിനോട് തോന്നുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ദേഷ്യമല്ല, വെറുപ്പുമല്ല. അതിങ്ങനെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുമ്പോഴുള്ള ഭാരത്തേക്കാൾ അവളുടെ മനസ്സിൽ മറ്റെന്തോ ഭാരം വന്ന് നിറഞ്ഞു. ഉൾക്കൊള്ളാനും തള്ളാനും കഴിയാതെ അവളുടെ മനസ്സ് പിടയുകയായിരുന്നു.
ശ്രീകോവിലിന് മുമ്പിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരിക്കലും ഈ നിമിഷത്തെ ഓർത്ത് വിലപിക്കേണ്ട അവസ്ഥ വരരുതേ ദേവി എന്ന് മാത്രം അവളുടെ മനസ്സ് ദേവിയോട് അപേക്ഷിച്ചു. നന്നായി, ഇതല്പം വൈകിപ്പോയെന്നേ ഞാൻ പറയൂ. തിരുമേനിയുടെ സംസാരമാണ് അടഞ്ഞ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചത്. മിഴികളിൽ നിറയെ ആശങ്ക ഒളിപ്പിച്ച് തന്നെ നോക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും അയാൾ അവളെ നോക്കി മനോഹരമായ ഒരു പുഞ്ചിരി നൽകി. അന്ന് ആദ്യമായി അയാൾക്ക് തിരികെ ഒരു പുഞ്ചിരി മടക്കി നൽകാൻ കഴിയാതെ അവൾ അവിടെ നിന്നുപോയി. ഈ നിമിഷം നിനക്ക് സമ്മാനിച്ച ദുഃഖം ഒരിക്കൽ സന്തോഷമായി മാറുന്ന നീ അറിയും. അന്ന് നിന്റെ മനസ്സൊരിക്കലും ഇതുപോലെ കലങ്ങി മറിഞ്ഞതായിരിക്കില്ല കുട്ടി. അയാൾ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. അവൾ വീണ്ടും നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഒളിപ്പിക്കാൻ അവൾ തലകുനിച്ച് നിന്നു. ഇനി എന്തോ നോക്കി നിൽക്കുക? കൊച്ചിനെ കൊണ്ടുകൊടുത്തിട്ട് വീട്ടിൽ പോടി ബൊമ്മി. കാഴ്ചയൊക്കെ കഴിഞ്ഞു, മേഘന അവളെ നോക്കി പറഞ്ഞു. അവൾ അവനൊന്ന് വിഷമത്തോടെ നോക്കി. എന്താടി, നിനക്കും കെട്ടണോ? അവിടെ ആ നോട്ടം കണ്ടതും കാര്യം മനസ്സിലായിട്ടും അവൻ അങ്ങനെയാണ് ചോദിച്ചത്. അത് കേട്ടതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. നീ ഇവിടെ ഈ ഉണ്ടക്കണ്ണുരുട്ടി നിന്നോടി ബൊമ്മി. വയസ്സ് എത്രയെന്ന് വല്ല പിടിയുണ്ടോ നിനക്ക്? എവിടുന്ന്? അവൻ പുച്ഛത്തോടെ പറഞ്ഞു. 25 അത് നിനക്ക്. ഞാൻ പറഞ്ഞ എന്റെ കാര്യ. ഈ വൃശ്ചികത്തിൽ 30 തികയും. ദോ ആ നിൽക്കുന്ന വേട്ടാവളിന് എനിക്ക് ഒരേ പ്രായ. എന്നിട്ട് അവന്റെ 2 കെട്ട് കഴിഞ്ഞു. ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് ആ തെണ്ടിയോട് കണ്ണുകടിയുള്ളൂ. അവൻ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഷർട്ട് മര്യാദക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ആ വാശിക്ക് പോയി അഞ്ചനെ കെട്ടാത്ത എന്താ? ആൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് അവൻ നോക്കാതെ ചോദിച്ചു. ഓ, 5 കെട്ടുന്ന കാലൊക്കെ കഴിഞ്ഞില്ലേടി ബൊമ്മി. ഇല്ലായിരുന്നെങ്കിൽ ഒരു കാര്യം നോക്കായിരുന്നു. ഏയ്, അത്ര വൈകിട്ടൊന്നുമില്ല. കുഞ്ഞി തമ്പുരാൻ വേണമെങ്കിൽ ഒന്ന് ആഞ്ഞു ശ്രമിച്ചു നോക്ക്, ചിലപ്പോ നടന്നേക്കും. ഓ വേണ്ട, ഞാനേ മറ്റേ സെറ്റപ്പാ. നാം ഒന്ന് നമുക്കൊന്ന്, അതാ അതിന്റെ ഒരു ഇത്. എന്നിട്ട് ആ ഒരെണ്ണത്തിന് ഇതുവരെ കിട്ടിയില്ല തമ്പുരാന്? കിട്ടിയോന്ന് ചോദിച്ചാ കിട്ടി, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. അവനവളെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് വലിച്ചു നീട്ടി പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിലേ അങ്ങോട്ട് നീട്ടി നടന്നോ. അവൾ നടക്കുമ്പോൾ തനിക്കരികിലേക്ക് ഒട്ടി വരുന്നവരെ നോക്കിക്കൊണ്ട് ചൊടിയോടെ പറഞ്ഞു. അയ്യ, അതിന് നിന്നെയൊക്കെ ആരും ഒട്ടുന്നു? ഞാൻ എന്റെ കൊച്ചിനെ ഒട്ടിയത്. മാമന്റെ പൊന്നുവാ, നമുക്ക് ടാറ്റ പോവാം. അവൻ കുഞ്ഞിനെ നോക്കി പറഞ്ഞു. കുഞ്ഞവന്റെ മേലേക്ക് ചാഞ്ഞു. ഏത് മ്യാമൻ? അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. അതെന്താടി വടയക്ഷി, നിനക്ക് അപ്പച്ചി ആവാമെങ്കിൽ എനിക്ക് മാമനായിക്കൂടെ? അവൻ അവളെ നോക്കി കണ്ണുറുപ്പി ചോദിച്ചു. അതിന് ഇതെന്റെ ഏട്ടന്റെ കുഞ്ഞാ, അപ്പൊ ഞാൻ അവൾക്ക് അപ്പച്ചിയാ, അതുപോലെയാണ് ഇയാള്? അവൾ അവനെ നോക്കി കണ്ണുറുപ്പിച്ചോണ്ട് ചോദിച്ചു. അയ്യ, നിന്റെ ഏട്ടന്റെ കുഞ്ഞാണെങ്കിലേ എനിക്കിതെന്റെ അനന്തരവളാ. അങ്ങോട്ട് മാറിക്കടി യക്ഷി, ഞങ്ങളെ വഴി മുടക്കാതെ. അവൻ കുഞ്ഞുമായി അടുത്തേണ്ട പെട്ടിക്കടയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ മുഖം ചുളിച്ച് നോക്കി നിന്നു. പിന്നെ എന്തോർത്തും താഴെ കിടന്ന കല്ലെടുത്ത് അവന്റെ പുറം നോക്കി ഒറ്റ ഏറായിരുന്നു. തനിക്ക് നേരെ വരുന്ന കല്ല് കണ്ടതും അവനെ ദേഹത്ത് കൊള്ളുന്നതിന് മുന്നേ എഴിഞ്ഞു മാറി. എറിയാൻ അറിയില്ലെങ്കിൽ പോയി പഠിച്ചിട്ട് വാടി ബൊമ്മി. അവൻ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് നടന്നീങ്ങിയതും അവൾ അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് അവിടെ നിന്നു. ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇന്ദ്രനും നീലയും കാണുന്നത് ആഴ്ത്തറക്കടുത്ത് നിൽക്കുന്ന ഭൂവിയെയും മേഘനയുമാണ്. അവരവിടെ കണ്ടതും അവരിരുവരും അവർക്കടുത്തേക്ക് ചൂടുവെച്ച്. തങ്ങൾക്കടുത്തേക്ക് നടന്നെടുക്കുന്നവരെ കണ്ടതും ഭൂവി അവരെ നോക്കിയൊന്ന് ചിരിച്ചു. പക്ഷെ മേഘന ആ ഭാഗത്തേക്ക് അറിയാതെ പോലും നോക്കാൻ പോയില്ല. ഇറങ്ങാറായോ? ഭൂവി അവരുടെ അടുത്തേക്ക് വന്ന ഇന്ദ്രൻ നോക്കി ചോദിച്ചു. ആയി. അവനത് പറഞ്ഞു. അവൾ ചിരിയോടെ കുഞ്ഞിന്റെ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് നീലിക്ക് നേരെ നീട്ടി. അവൾ തിരികെ പ്രയാസപ്പെട്ടതും ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കൈ നീട്ടി വാങ്ങി. കുഞ്ഞിനെ ആൾക്ക് തരണമെന്നുണ്ട്, പിന്നെ കൊടുക്കാത്തെന്താ? മേഘന അവനെ പൂർത്തിയാകാൻ സമ്മതിക്കാതെ ആരോട് നില പറഞ്ഞു. ഇന്ദ്രൻ അവരെ നോക്കി പല്ലടിച്ചു. എനിക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒളിച്ചൊരു കൈമാറൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടിയായിരുന്നെങ്കിൽ എനിക്കത് നേരത്തെ ആവായിരുന്നു. നാൽപ്പാട് ശിവശങ്കരൻ തമ്പിയുടെ മുന്നിലൂടെ എനിക്ക് ഇവളെയും കൊണ്ട് പോകണം. അതിലുപരി എന്തിനു വേണ്ടിയാണ് അർഹതയില്ലാത്ത കൈവശം വെക്കാൻ അയാൾ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയണം. ആൾ പറഞ്ഞ ഇന്ദ്രനോടാണെങ്കിലും അത് കേട്ട് പുളകം കൊണ്ട് മേഘനാണ്. മുത്തശ്ശനോട് നല്ല ദേഷ്യമുണ്ടല്ലേ? സ്വാഭാവികം. അങ്ങനെ ദേഷ്യം തോന്നാതിരിക്കാനും മാത്രം നല്ലൊന്നും അവിടുന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. അമ്മാതിരി വെറുപ്പീരല്ലേ അങ്ങേര് വെറുപ്പിക്കുന്നത്. കള്ള ഊന്നുവടി. അവസാനം തൂന്നുവടി എന്നുള്ളത് അവൻ പല്ലിയരിച്ചുകൊണ്ടാണ് പറഞ്ഞ്. കൂടെയുള്ളവരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തുദ്ദേശത്തോടെ കൂടെ കൂടിയിരിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. ഇന്ദ്രൻ അവളെ നോക്കി പറഞ്ഞു. അതാരെയാണ് അവൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായവൾ പൊട്ടി വന്ന ചിരിയൊതുക്കിക്കൊണ്ട് അരികിൽ നിൽക്കുന്നവനൊന്ന് ഇടം കണ്ണിട്ട് നോക്കി. എന്തായാലും ചില ആൾക്കാരെ പോലെ ആരുടെയോ വാക്ക് കേട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് വേറൊന്നിനു പുറകെ പോകുന്ന ചെറ്റ സ്വഭാവമൊന്നും ചന്ദ്രമംഗലത്തെ മേഘനാഥനില്ല. ഒരിക്കൽ കൂടെ കൂട്ടിയാ ആ കൂട്ടന്റെ അവസാനം വരെ കാണും. അവനൊന്ന് കൈകൾ മേൽപോട്ട് ഉയർത്തി ഞെളിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ അവനെ ഇരിച്ചളയാൻ പാത്തിനൊന്ന് നോക്കി.
ഇവിടെ നിന്ന് ആ നിലം കത്തിക്കാതെ പോവാൻ പറയും ടീച്ചറമ്മേ. അത് കാണാൻ മേഘനം താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ അവനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് വെട്ടിത്തിരിഞ്ഞ് നടന്നിരുന്നു. പോട്ടെ ചേച്ചി, നീലി അവളെ നോക്കി ചോദിച്ചു. അവൾ ചിരിയോടെ തലയാട്ടി. നീ വരുന്നുണ്ടോ? കാറിനിരികിൽ നിന്നുള്ള ഇന്ദ്രന്റെ ആക്രോശം കാതിലേക്ക് എത്തിയതും നീലി വേഗം അവിടെ നിന്ന് നടന്നു. പോകുന്ന വഴി ആ മാക്കാന വല്ല കുളത്തില് മുക്കി പിടിക്കടി, ആ തീപ്പന്തൊന്ന് അണയട്ടെ. നടന്നു പോകുന്നവളെ നോക്കി മേഘൻ വിളിച്ചു പറഞ്ഞു. അവൾ അവനെ ഒന്ന് ഞെട്ടി നോക്കിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ഇവൻ ഇത് എവിടുന്ന് കിട്ടിയോ എന്തോ, ഇങ്ങനെ ഒന്നിനെ വായിൽ വിരലിട്ട കടിക്കാത്ത ഒരു പെണ്ണും കടിക്കാൻ മാത്രം വാ തുറക്കുന്ന ഒരുത്തിനും. മേഘൻ അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി തിരിഞ്ഞു കാണുന്നത് തന്നെ ചൂട് നോക്കിക്കൊണ്ട് കൈകെട്ടി നിൽക്കുന്നവളെയാണ്. എന്താ? അവിടെ ആ നിൽപ്പും ഭാഗത്തിൽ നിന്ന് പതിരെങ്കിൽ കൂടി അവനോട് നോക്കി ചോദിച്ചു. അത് തന്നെയാ എനിക്കൊന്ന് ചോദിക്കാനുള്ളത്. എന്താ തമ്പുരാന്റെ ഉദ്ദേശം എന്ന്? എന്തുദ്ദേശം? നിനക്കിത് എന്താടി? അവൻ അവൾക്കടുത്ത് നിന്ന് മുങ്ങാനെന്ന പോലെ പറഞ്ഞുകൊണ്ട് വണ്ടിക്കടുത്തേക്ക് നടന്നു. എന്താർത്ഥത്തിലാ അങ്ങനെയൊക്കെ പറഞ്ഞ്? അവൾ അവന് മുന്നിലേക്കായിരുന്നോട് ചോദിച്ചു. എങ്ങനെയൊക്കെ? നിനക്കിതെന്താ? അവൻ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വീണ്ടും മുന്നിലേക്ക് നടന്നു. അങ്ങനെയൊക്കെ പോവല്ലേ? അവൾ അവനെ തടഞ്ഞ് വീണ്ടും അവന്റെ മുന്നിലേക്കായിരുന്നോട് ചോദിച്ചു. നിനക്കിതെന്താടി കോപ്പേ? അവൻ സഹിയിട്ടുകൊണ്ട് അവളോട് ശബ്ദം ഘടിപ്പിച്ചു. കൂടെ കൂട്ടുന്നോ അവസാനം വരെ കാണുന്നോ അങ്ങനെയൊക്കെ വെച്ച് കാച്ചെന്ന് കേട്ടല്ലോ കുഞ്ഞി തമ്പുരാൻ. ആരെ കൂടെ കൂട്ടുന്ന കാര്യ? അവൾ അവനെ നോക്കി കളിയാക്കലോട് ചോദിച്ചു. നിന്റെ അമ്മയുടെ നായരെ വഴിന്ന് മാറി കോപ്പേ. അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നീങ്ങി. അതേ, തന്നെ വായിൽ തോന്നിയെ വിളിച്ച് നൈസായിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നവരെ നോക്കി അവൾ നീട്ടി വിളിച്ചു. ഇനി എന്താടി? ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനും കുത്തുന്നത് അത്ര നല്ല പരിപാടിയല്ല. അവൾ അവനെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞു. അതിനാരാടി കോപ്പെ കൊഞ്ഞനും കുത്തിയത്? എനിക്ക് ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാ. ആവർത്തന വിരസത വന്നാലേ പറയുന്ന എനിക്കും കേൾക്കുന്ന നിനക്ക് ഒരു ഇത് കാണില്ല. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞത് അയവിറക്കാതെ വീട്ടിൽ പോടി. അവൻ അവളെ നോക്കി താടി ഒഴിഞ്ഞ് പറഞ്ഞുകൊണ്ട് അവസാനത്തെ വീട്ടിൽ പൊടിയെന്ന് മാത്രം കടുപ്പിച്ച് പറഞ്ഞു. അവളവനെ കണ്ണുരുട്ടി നോക്കിയതും അവളവന്റെ വണ്ടിയിലേക്ക് കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ടായിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു. പിന്നെ ആ കാർന്നോരിക്കിപ്പോ മതം പൊട്ടി കാണും. എന്റെ മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇതാ എന്റെ നമ്പർ. ടീച്ചറമ്മതിലേക്ക് വിളി. അപ്പൊ ചേട്ടൻ അങ്ങ് പോയേക്കുവാണേ. അവൻ തന്നെ കൂർപ്പിച്ച് നോക്കുന്നവളെ നോക്കിക്കൊണ്ട് വണ്ടി തിരിച്ച് അവിടുന്ന് പോയതും അവളൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. ആ നാലുകെട്ടിന്റെ അകത്തളങ്ങളിൽ അയാളുടെ ക്രോധത്തിന് ഇരയാവാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. തകർന്നുപോയ പ്രതീക്ഷകളും കൈവിട്ട നിയന്ത്രണങ്ങളും അയാളെ ആകെ ഉലച്ചു കളഞ്ഞു. ആ പകയിലും നിരാശയിലും അയാൾ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ തടസ്സമായി നിന്നവയെല്ലാം അയാൾ തല്ലി തകർത്തു. കയ്യിൽ തടഞ്ഞ വിളക്കും കസേരയുമെല്ലാം അയാളുടെ വന്യമായ ദേഷ്യത്തിനു മുമ്പിൽ ചിന്നിച്ചിതറി. ആ വലിയ തറവാടിന്റെ നടുത്തളത്തിൽ എല്ലാ കോണിലും അയാളുടെ ക്രോധത്തിനിരയായ വസ്തുക്കളുടെ അവശേഷിപ്പുകൾ ചിതറിക്കിടന്നു. അയാളുടെ അളവ് മാറിയ ശ്വാസം, ചുവന്ന കണ്ണുകൾ എല്ലാം അയാളിലെ ക്രോധത്തിന്റെ തീവ്രത വിളിച്ചോന്നവയായിരുന്നു. ഓരോ തകർച്ചയ്ക്കുമൊപ്പം അയാളുടെ ഉള്ളിലിരുന്ന് അതിക്രമം പുറത്തിറങ്ങിക്കൊണ്ടിരുന്നു. അലർച്ചകളും തകർച്ചയുടെ ശബ്ദങ്ങളും നിലച്ചപ്പോൾ ആ നാലുകെട്ട് ഭയാനകമായൊരു നിശബ്ദത്തിലേക്ക് വഴുതി വീണു. ജനലുകളും വാതിലുകളും കാറ്റിലെന്ന പോലെ ഭയന്ന് വിറച്ച് നിൽക്കുന്നു. ആ വീടിന്റെ ജീവശ്വാസം അറ്റുപോയതുപോലെ തോന്നി. ചുമരുകൾക്ക് പോലും ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പകയുടെയും തകർന്ന ആഗ്രഹങ്ങളുടെയും ചാരത്തിനപ്പുറം ആ ശ്മശാന തുല്യമായ അന്തരീക്ഷത്തിൽ അയാൾക്ക് ചുറ്റും ഇരുട്ട് മാത്രം ബാക്കിയായി. ആ വീടിന് ആത്മാവ് പോലും ഇല്ലാതെയായി. ഒടുവിൽ ആക്രോശത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ അവശേഷിച്ചത്. ഒരാൾ പോലും അയാൾക്കടുത്തേക്ക് പോവാനോ അയാളുടെ കോപത്തിന് തട തീർക്കാനോ തയ്യാറായില്ല. എല്ലാവരും ഒരു കാഴ്ചക്കാരെ പോലെ അയാളുടെ ആളിക്കത്തുന്ന ക്രോധത്തിന് കാവലായി അവിടെ നിലകൊണ്ടു. അകത്തിടക്കുന്ന അംഗമൊന്നും അറിയാതെ ആ അങ്കത്തട്ടിന് പുറത്ത് മുറ്റത്ത് അവന്റെ കാറ് വന്നിന്നും അതിനകത്ത് കുഞ്ഞിനെയും പിടിച്ചിരുന്നവൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ അവിടെ തന്നെ ഇരുന്നു പോയി. എങ്ങനെ അവിടെയുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന അവൾക്ക് അറിയില്ലായിരുന്നു. ഓരോ വട്ടം തനിക്കരികിലിരിക്കുന്ന മനുഷ്യനായി തന്നെ ചേർത്ത് പലതും പറഞ്ഞപ്പോഴും അതിനെയെല്ലാം തള്ളിപ്പറയാൻ തനിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഈ നിമിഷം മുതൽ അങ്ങനെയൊന്നും തന്നെ നാവിനാൽ പറയാനാവാത്ത വിധം തന്നെ ഈ ബന്ധത്തിൽ തളച്ചിട്ടിരിക്കുന്നു. ഈ തറവാട്ടിലെ ഒരു തമ്പുരാൻ കുഞ്ഞിനെയും വേണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞവളാണ് ഇന്ന് അതേ ആളുടെ താലിയും സിന്ദൂരം ഏറ്റുവാങ്ങിയത്. അതിനെ തള്ളിപ്പറയാൻ തന്റെ നാവ് നടക്കും. അതോർക്കി അവൾ കൂടുതൽ അസ്വസ്ഥയായി. ഇറങ്ങ്. അവളുടെ വശത്തെ ഡോർ തുറന്നുകൊണ്ട് ഇന്നലെ പറഞ്ഞതും അവൾ അവനെ ദയനീയമായി നോക്കി. ഇറങ്ങാൻ അവൻ സ്വരത്തിരി കടുപ്പിച്ചും അവൾ കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി. വാ അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നേ നടന്നു. അവൾ വേണോ വേണ്ടേ എന്ന പോലെ അവന് പുറകെയും. അകത്തേക്ക് കാലെടുത്ത് വെച്ചവന്റെ കാൽ ചുവട്ടിലേക്ക് ഒരു ട്രോഫി വന്ന് വീണതും അവൾ കുഞ്ഞ് ഒരുപോലെ ഞെട്ടിപ്പോയി.
അവന് മറവിൽ നിന്ന് മുന്നിലേക്ക് എത്തി നോക്കിയതും കണ്ട കാഴ്ചയിൽ അവളുടെ കണ്ണു മിഴിഞ്ഞു. ആ വീട്ടിലൊരു വസ്തു പോലും അവശേഷിക്കാത്ത വിധം എല്ലാം നിലംപതിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത കരങ്ങളെ തേടിപ്പോയവരുടെ കണ്ണുകൾ തങ്ങളെ ഭസ്മമാക്കാനുള്ള അഗ്നി കണ്ണിലിരിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും അറിയാതെ അവളൊന്ന് ഉമിനീരിറക്കിപ്പോയി. ഇന്ദ്രൻ അയാളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് പ്രവേശിച്ചതും അവളുടെ കൈകൾ അറിയാതെ അവന്റെ പുറഷാർട്ടിൽ പിടിമുറുക്കി. അവനൊപ്പം അകത്തേക്ക് നീങ്ങി. അയാളുടെ കണ്ണുകളിൽ തന്റെ കൊച്ചുമകൻ കെട്ടിയ താലിയും സിന്ദൂരം അണിഞ്ഞു നിൽക്കുന്നവളെ കാണെ ചുട്ടരിക്കാൻ പാകത്തിന് കനലെരിഞ്ഞു തുടങ്ങി. ഇന്ദ്ര! തന്നെ ശ്രദ്ധിക്കാൻ നടന്നു പോകുന്നവർ നേർക്ക് അയാളുടെ ശബ്ദമുയർന്നു. അവനൊട്ടും ഗൗരവം കുറക്കാതെ അയാളെ തിരിഞ്ഞു നോക്കി. നീ എന്നെ തോൽപ്പിക്കാൻ ചെയ്തു കൂട്ടിയത് എന്തായാലും എനിക്കിത് നന്നായി തന്നെ ബോധിച്ചു. ഈ നിൽക്കുന്നവൾക്ക് വേണ്ടി നിന്നെ വളർത്തി വലുതാക്കി എന്നെയാ നീ തള്ളിക്കളഞ്ഞത്. അതൊരിക്കലും ഈ ശിവശങ്കരൻ തമ്പി പൊറുക്കില്ല. നീ എന്നെ ഇന്നോളം ജീവന തുല്യം സ്നേഹിക്കുന്ന മുത്തശ്ശനായിട്ടേ കണ്ടിട്ടുള്ളൂ. നാൽപ്പാട്ടെ ശിവശങ്കരൻ തമ്പിയെ നിനക്കറിയില്ല. അയാൾ അവനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് താക്കിയതോടെ പറഞ്ഞു. അവനതിനൊന്ന് ചിരിച്ചു. അറിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ മുത്തശ്ശ. നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പിയെ നന്നായിട്ടൊന്ന് അറിയാൻ തന്നെയാ എന്റെ തീരുമാനം. അവൻ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മടക്കി കുത്തി അകത്തേക്ക് നടന്നു. പിന്നെ എന്തോ ആലോചിച്ച പോലെ അയാൾക്ക് നേരെ തിരിഞ്ഞു. പിന്നെ പൂർണ്ണമായിട്ടും അറിയില്ല എന്ന് പറഞ്ഞാൽ കള്ളമായി പോവും. അറിഞ്ഞു വരുന്നു. രാമായണം പോലെ കാണ്ഡമായി കിടക്കുകയല്ലേ നാൽപ്പാട്ട് ശിവശങ്കരൻ തമ്പിയുടെ വീരസാഹസിക കഥകൾ. ഒരറ്റത്തൂന്ന് ഞാൻ വായിച്ചു വരുന്നതേ ഉള്ളൂ. എല്ലാം വായിച്ചു കഴിയുമ്പോൾ അതിലെവിടെയും എന്റെ മുത്തശ്ശൻ എനിക്ക് തിരയേണ്ടി വരുതെന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. അങ്ങനെ വന്നാ പിന്നെ മുത്തശ്ശൻ പറഞ്ഞ പോലെ മുത്തശ്ശന്റെ ഈ കൊച്ചുമോനെ മാത്രമേ മുത്തശ്ശന് പരിചയമുള്ളൂ. നാൽപ്പാട്ടെ ലക്ഷ്മണ ജിതേന്ദ്രനെ ഞാൻ മുത്തശ്ശൻ അറിയിച്ചു തരും. അവൻ അയാളെ നോക്കി പരുഷമായി പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നീങ്ങി. അവന് പുറകെ അവിടെ നിൽക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം അവൻ പോയ വഴിയെ പോയി. ശിവശങ്കരൻ തമ്പി അപ്പോഴും തന്റെ കൊച്ചുമാവൻ പറഞ്ഞിട്ട് പോയ കാര്യം കേട്ട് കിടുങ്ങി നിൽക്കുകയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.